UDF ആകെ പൊട്ടിത്തെറിയാണ്. രാജി, ആരോപണം, പ്രത്യാരോപണം, ഇറങ്ങിപ്പോക്ക്, കരച്ചില്, ആകെ സീനാണ് ഗൈസ്. കോട്ടയത്തെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് സജി മഞ്ഞക്കടമ്പിൽ. UDFൽ ഇങ്ങനെ ഒരു രാജി വരണമെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? അവഗണിക്കൽ തന്നെ അല്ലാണ്ട് എന്തുട്ടാ? സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചു, കിട്ടിയില്ല. എന്നാ വേറൊരാള് സ്ഥാനാർത്ഥി പുള്ളിയുടെ കൂടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോവാൻ പോലും സമ്മതിച്ചില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സങ്കടപ്പെടുത്തുന്ന ദി കേരള കോൺഗ്രസ് സ്റ്റോറി. എനിക്ക് സീറ്റ് കിട്ടിയാൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പാർട്ടി നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അത് പാർട്ടി നേതൃത്വത്തിന് ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കണമെന്ന് നിർബന്ധ ബുദ്ധി എടുത്തപ്പോൾ ഞാൻ അതിനെ എതിർക്കാതെ ഞാൻ മാറുന്നു. ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു, ആഗ്രഹം പറഞ്ഞു എന്നതിനപ്പുറത്ത് ഞാൻ ഫ്രാൻസിസ് ജോർജിനെ എതിർക്കാനൊന്നും പോയിട്ടില്ല. അതന്നെ, ഒരു സീറ്റ് കിട്ടാ, സ്ഥാനാർത്ഥിയാവാ, ജയിക്കാന്നൊക്കെ പറയണത് നേതാക്കന്മാരുടെ ആഗ്രഹമല്ലേ? നിങ്ങളെല്ലാരും എപ്പോഴും ഇങ്ങനെ അവഗണിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കായാലും സങ്കടം വരില്ലേ? ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി സഹകരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് പോയിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ഇങ്ങനെ പ്രകോപനപരമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് തികച്ചും നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും UDFന് വേണ്ടിയും എനിക്ക് വ്യക്തമാക്കാനുള്ളത്. അദ്ദേഹം സ്വീകരിച്ച നിലപാട് തികച്ചും വഞ്ചനാപരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വഞ്ചനയോ? ആരെവിടെ വഞ്ചനാപരമായ നിലപാടെടുത്തത്? നിങ്ങളൊരൊറ്റൊരാള് കാരനാണ് രാജിവെക്കണമെന്നാണ് നമ്മുടെ സജിയേട്ടൻ പറയണത്. ഏകാധിപതിയെ പോലെ പെരുമാറിയതും പോരാ, എന്നിട്ട് ഇപ്പൊ എല്ലാ കുറ്റം ചെയ്തത് നമ്മുടെ സജിയേട്ടനായില്ലേ? കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അത് UDF മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയോ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കാണും. ഈ PJ ജോസഫിനോട് ഇക്കാര്യം പറഞ്ഞു. PJ ജോസഫ് സാറിനോട് എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. PJ ജോസഫ് സാറിനോട് എല്ലാ ബഹുമാനമുണ്ട്. എന്നോട് PJ ജോസഫ് സാർ നാളിതുവരെ ഒരു വാക്ക് പോലും എന്നെ കയറി സംസാരിച്ചിട്ടില്ല. കാണ്ടം കണക്ക് പരാതികൾ ഉണ്ടായിട്ടും നിങ്ങൾ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്നിട്ട് സങ്കടം സഹിக்க വയ്യാതെ വന്നപ്പോ രാജിവെച്ചു. അപ്പോഴാണോ നിങ്ങൾക്ക് എല്ലാവർക്കും സജി മഞ്ഞക്കടമ്പനെ ഓർമ്മ വന്നത്? അദ്ദേഹത്തിന്റെ പരാതികളിലും സങ്കടങ്ങളിലും നിങ്ങളൊന്ന് ഉറക്ക വിളി കേൾക്കായിരുന്നെങ്കിൽ അദ്ദേഹം കടുങ്കൈ ചെയ്യുമായിരുന്നോ? അദ്ദേഹം ഉന്നയിച്ച ഈ വിവിധ പരാതികൾ അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള ഒരു പരാതിയും പാർട്ടി കോറത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഉന്നയിച്ചിട്ടില്ല. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആരോടും അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ പാർട്ടിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പരാതി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അത് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. എന്നാലും അറിഞ്ഞു മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തല്ലേ? നിങ്ങളൊക്കെ ചങ്കിനകത്താ ഞങ്ങളുടെ സജിയേട്ടൻ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആ സജിയേട്ടന്റെ മനസ്സൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ ഒരു കേരള കോൺഗ്രസിലേക്ക് പോകാൻ ആഗ്രഹം. എനിക്ക് മനസമാധാനമായി എന്റെ കുടുംബജീവിതം ഒന്ന് നടത്തണമെന്നുണ്ട്. ഇതുവരെ ഞാൻ ജീവിച്ചത് ഞാൻ കേരള കോൺഗ്രസിന് വേണ്ടി മാത്രമാണ്. ആ ശബ്ദമിടറുന്നത് നിങ്ങൾ കേൾക്കണില്ലേ? ആ കണ്ണുകൾ നിറയാതിരിക്കാൻ പെടാപ്പാട് പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ടും പറയാ സജി മഞ്ഞക്കടമ്പിൽ ഒരു വഞ്ചകനാണെന്ന്. പാട്ടെ ട്രാജിക് സ്റ്റോറി. തിരുവഞ്ചൂരൊക്കെ എന്തേ? നിങ്ങളൊരു മുതിർന്ന നേതാവല്ലേ? കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് നിങ്ങളൊക്കെ അല്ലേ ഇടപെടേണ്ടത്? ഒരു അനുനയ നീക്കൊക്കെ നോക്കണ്ടേ നമുക്ക്? ഈ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. അനുനയം വേണമെന്നവരിൽ രണ്ട് ഭാഗം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അല്ലേ അങ്ങനെ ഒരു ആലോചന തന്നെ വേണ്ടി വരും. ഓഹോ, അപ്പൊ നിങ്ങളും കൈയൊഴിയാണല്ലേ? ശരി. UDF ഒരു ജനാധിപത്യ സമീപനം ഉയർത്തുന്ന മുന്നണി എന്ന നിലയിലും ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അപ്പൊ അത് ചെയ്യാതെ മറ്റ് UDFനെ ദ്രോഹിക്കുന്ന ശക്തികളുമായി സ്നേഹബന്ധത്തിന് ശ്രമിക്കുകയും മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയി മാർഗമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നു. കോട്ടയം പാർലമെന്റിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. ഇനി UDFന്റെ ഭാഗമായിട്ടോ കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ടോ നാളെ സജിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഏത് സമയത്തും കടന്നു വരാം, ചർച്ച ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കും. പ്രശ്നമൊന്നും എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ തയ്യാറായിരിക്കും. വാതിലും തുറന്നിട്ടിരിക്കുകയാണല്ലേ? അവിടെ ഇരുന്നോ? ഞങ്ങളുടെ സജിയേട്ടൻ ഇനി ആ വഴി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞു. നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിച്ചിരിക്കണു. മനസ്സിലുള്ള സങ്കടങ്ങൾ തുറന്നു പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്തിട്ടാ പറഞ്ഞത്? സജി അധികാരമോഹിയാണെന്നല്ലേ? ആ മുഖത്ത് നോക്കി എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണത്? അധികാരമോഹം എനിക്കല്ല. 20-25 വർഷമല്ലോ ഇപ്പൊ MLA ആയിട്ട്. ഒന്ന് മാറി വേറെ കൊടുക്കാൻ പറ്റാതോ? എനിക്ക് ഞാൻ MLA ആയിട്ടില്ലല്ലോ. എനിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ അവസരം വന്നപ്പോ അത് തട്ടിക്കളഞ്ഞ ആള് പറയാ ഞാൻ അധികാരമോഹിയാണ്. ഞാനൊരു അധികാരമോഹിയല്ല. ഡോണ്ടു അത് വേണ്ടട്ടാ. ശരിയാണ്, മോൻസ് ജോസഫ് 10-25 വർഷമായിട്ട് MLA ആണ്. അതുകൊണ്ട് ആരും മൂപ്പരുടെ MLA കസേരയിലേക്കൊന്നും കണ്ണുവെക്കാന്ന് കണ്ടട്ടാ.
കാര്യം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പാർട്ടി എത്തിക്സിന്റെ ഒക്കെ തിയറി പറയെങ്കിലും കസേര വിട്ടുതരാൻ ഞങ്ങളുടെ മോൻസേട്ടനെ കൊണ്ട് പറ്റില്ല. അത് അധികാരമോഹം കൊണ്ടൊന്നല്ല കേട്ടോ, ജനങ്ങളെ സേവിക്കാനുള്ള അദ്ദേഹത്തിന്റെ മഹാമനസ്കത തന്നെ. അല്ലാണ്ട് എന്നിട്ടാ എന്നാലും സ്ഥാനാർത്ഥിയുടെ കൂടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും കൂടെ കൂട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നാം കേട്ടോ. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കൂടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ കൂടെ ആരൊക്കെ പോകണം എന്ന് ഞങ്ങൾ ആരും വ്യക്തിപരമായി തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്ത UDFന്റെ ഇലക്ഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനിക്കുന്നത്. ആരൊക്കെയാണ് വേണ്ടത്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്തു ആരൊക്കെയാണ് പോകേണ്ടത്. ഞാനും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്, മറ്റു നേതാക്കൾ പോകണമെങ്കിൽ പോകട്ടെ, ഞങ്ങൾ എല്ലാവരും അതിനകത്ത് മാറി നിൽക്കാം എന്ന് പറയുകയുണ്ടായി. പക്ഷേ UDFന്റെ തലത്തിൽ ചർച്ച ചെയ്തപ്പോൾ നേതൃതലത്തിൽ നിന്ന് പൊതുവെ വന്ന തീരുമാനം ഞങ്ങൾ 2 MLA-മാരും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയോടൊപ്പം പോകണം. എല്ലാവരും ഒരേ സ്വരത്തിൽ നിർബന്ധിക്കായിരുന്നു, മോൻസ് കൂടെ പോയാൽ മതി, മോൻസ് കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ ചെയ്യാ, എന്തോ ഇഷ്ടമാണ് മോൻസ് ജോസഫിന്, അല്ലാണ്ട് സജിയേട്ടനെ അവര് അവഗണിച്ചതൊന്നല്ല കേട്ടോ. അപ്പൊ പിന്നെ എങ്ങനെയാ ഇങ്ങനെ ഓരോ പരാതികൾ ഉന്നയിക്കണത്? അത് ശരിയാണോ? മോൻസ് പലപ്പോഴും അദ്ദേഹം പറഞ്ഞു സജി മഞ്ഞക്കടമ്പിന്റെ പരാതിയൊന്നും പാർട്ടി പറഞ്ഞിരുന്നു. പാർട്ടി ചെയർമാനോട് മുഴുവൻ പരാതികളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, EJ ആഗസ്റ്റോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ നേതാക്കന്മാർക്കും ഇതൊക്കെ അറിയാം. പിന്നെ ഞാന് ഒരു പാർട്ടി കമ്മിറ്റിയിൽ മോൻസ് ജോസഫ് താൻ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ അവിടെ പാർട്ടിയിൽ ഒരു വിഷയം ഉണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല. ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാനായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അത് PJ ജോസഫിനെ ഓർത്ത് മാത്രം പ്രവർത്തിച്ചു. UDFിൽ രാജി ഉണ്ടായാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു എല്ലാം സഹിച്ച് പിടിച്ച് സങ്കടങ്ങൾ കടിച്ചമർത്തിയിട്ടാണ് അവിടെ നിന്നിരുന്നതെന്ന്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് ഇതെന്താ പറ്റിയേ? അവിടെ ഇപ്പൊ സമാധാനം എന്ന് പറയുന്ന കാര്യമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ വ്യക്തിപരമായി കേരള കോൺഗ്രസ് പാർട്ടിയിൽ സജി മഞ്ഞക്കടമ്പൻ ഉൾപ്പെടെയുള്ളവരെ സഹോദര തുല്യമായി സ്നേഹിക്കുകയും അവരെ പാർട്ടിപരമായി പരമാവധി സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നിലപാടെടുക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരാനും സഹായിക്കാനും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടി ഭാരവാഹിയാണ്. ഓഹോ, അങ്ങനെയാണോ? നിങ്ങളുടെ വളർത്തലിന്റെ എഫക്റ്റിലാണോ ആ പാവ അവിടെ തളർന്നിരിക്കുന്നത്? മത്സരിക്കാനുള്ള സാഹചര്യം പലതവണ കിട്ടിയിട്ടും അതെല്ലാം ഞങ്ങളുടെ സജിയേട്ടന്റെ കയ്യിന്റെ തുമ്പിന്ന് തട്ടിത്തെറിപ്പിച്ചത് നിങ്ങളാണെന്നാണല്ലോ സജിയേട്ടൻ പറയണത്. പ്രതിപക്ഷ നേതാവ് വന്ന പരിപാടിക്ക് അന്ന് നമ്മുടെ എനിക്ക് സംസ്ഥാന കൺവീനർ അയച്ചു തന്ന് UDFന്റെ സംസ്ഥാന നേതാക്കളുടെ പടം എല്ലാം മേളില് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ PJ സാർ ഉൾപ്പെടെ അന്ന് ജോൺ പിന്നെ നമ്മുടെ CP ജോൺ ഉൾപ്പെടെ എല്ലാവരുടെയും പടം മേളിൽ വെച്ചു. അപ്പൊ ആ സംസ്ഥാന നേതാക്കന്മാരുടെ പടത്തിനൊപ്പം മോൻസിന്റെയും നമ്മുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിന്റെയും പടമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കോട്ടയത്ത് നോക്കുമ്പോൾ അവരുടെ പടമില്ല, പറ്റത്തില്ലല്ലോ. ജോസിയാണെന്ന് കൺവീനർ, ഞാൻ ചെയർമാന്, എന്റെയും ജോസിയുടെയും പടത്തിന് മേളിൽ അദ്ദേഹത്തിന്റെ രണ്ടുപേരെ പടം വെച്ചു. ഞാൻ പടം വെച്ചു. രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എന്നെയും തിരുവഞ്ചൂരെ മൂലയ്ക്ക് ഇരുത്താമെന്നാണ് വിചാരിച്ചത്. എന്നാ ഞാൻ പടം വെച്ചിട്ടുണ്ടല്ലോ. പടം ആരാ? ജോൺ ആരാ? CP ജോൺ, അനുവിയൊക്കെ ഇവന്റെയൊക്കെ കീഴാണോ എന്റെ പടം വെക്കണ്ടേ? ഞാൻ പറഞ്ഞു ചേട്ടാ, ഇത് സംസ്ഥാന UDFന്റെ സംസ്ഥാനതല നേതാക്കന്മാരാ ആണെന്നുള്ളത് അവരെ വെച്ചു. അവരെ വെച്ച് ഞങ്ങളുടെ പടത്തിന്റെ മേളിലല്ലേ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, വെക്കാതിരുന്നില്ലല്ലോ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് 1 മണിക്കൂർ എന്നെ ചീത്ത വിളിച്ചു. അവഗണന, ചവിട്ടിത്താഴ്ത്തല്, ചീത്തവിളി, ഈ കണ്ട കാലം കൊണ്ട് ആ പാവം എന്തൊക്കെ സഹിച്ചു. മണിക്കൂറുകളോളം സജിയേട്ടൻ ഇങ്ങനെ ചീത്ത വിളിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ തോന്നണത്? ഒരു സീറ്റും കുറച്ച് സ്ഥാനമാനങ്ങളെല്ലാം ഞങ്ങളുടെ സജിയേട്ടൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനിങ്ങനെയാണോ പുള്ളിയോട് പെരുമാറേണ്ടത്? 100% സ്നേഹത്തോടെ എന്റെ സ്വന്തം കൂടപ്പുറപ്പായി കണ്ടുകൊണ്ട് പാർട്ടിയിൽ ഞങ്ങളോടൊപ്പം നിലപാടെടുത്ത ഒരാളെന്ന നിലയിൽ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനം നടക്കുന്ന നിമിഷത്തിലും തുടർന്നും ഞാൻ സജി മഞ്ഞക്കടമ്പനെ കാണും. സജി മഞ്ഞക്കടമ്പ് മാത്രമല്ല എല്ലാവരെയും കാണുകയുള്ളൂ. എന്റെ പൊന്നെ, ഇങ്ങനെ സ്നേഹിക്കല്ലേ എന്നാണ് സജിയേട്ടൻ പറയണത്. നിർണായകമായ സമയങ്ങളിൽ മുന്നണിയെയും പാർട്ടിയെയും ദുർബലപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും ഇടയാക്കുന്ന വഞ്ചനാപരമായ നിലപാട് നമ്മൾ സാധാരണ പറയില്ല, യൂദാസിന്റെ പണി എന്ന് പറയും. അത് ചെയ്യുന്നത് ശരിയല്ല. അത് വഞ്ചനാപരമായ സാഹചര്യങ്ങളാണ്. അത് UDFന് വിഷമമുണ്ട്, കേരള കോൺഗ്രസിന് വിഷമമുണ്ട്. എങ്കിലും പാർട്ടിപരമായി ഞങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ തിരുത്തലുണ്ടാക്കി തിരുത്തണമെന്ന് ഞാൻ ഞങ്ങളുടെ മനുഷ്യരെല്ലാം പെർഫെക്റ്റ് അല്ലോ, നമുക്ക് എന്തെങ്കിലും കുറവുകൾ കാണും. ഞാനും സാധാരണ ഒരു മനുഷ്യനാണ്. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കഷ്ടപ്പെട്ട് പിന്നെ ഈ പറഞ്ഞ കോട്ടയം ടൗണിലൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ചൂരൊക്കെ എഴുതി നന്നായിട്ട് കടന്നു പോകുന്നവരാണ്. അതൊക്കെ ഏതെങ്കിലും ഒരു ചുവര് എഴുതിയും വീട്ടിലേക്ക് പോകുന്ന പണിയല്ല. മൊത്തം എഴുതിയാൽ എല്ലാ ചുവരും എഴുതും, എല്ലാ പോസ്റ്ററും ഒട്ടിക്കും. വീണ്ടും വീണ്ടും വഞ്ചനാന്നും യൂദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സജിയേട്ടൻ ഇങ്ങനെ വേദനിപ്പിക്കലട്ടോ. പിഞ്ചു മനസ്സാണ്, ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടായിന്ന് വരില്ല കേട്ടോ. കടുത്ത അനീതി സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്നാൽ മോൻസ് ജോസഫിന് എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നതിനാൽ അദ്ദേഹം എന്നെ പീഡിപ്പിച്ച് ഞാൻ എന്റെ മനം എടുത്ത് ഞാൻ രാജിവെക്കുന്നു. അതിനപ്പുറത്ത് എനിക്ക് ആരോടും പടക്കില്ല. സജിയുടെ കറിയല്ലേ, സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങള്. ഇല്ല, ഞങ്ങളുടെ സജിയേട്ടന് ഒരു സങ്കടവും ഇല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് കോട്ടയത്ത്
നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഞാൻ എല്ലാം നന്ദിയും രേഖപ്പെടുത്തുന്നു. തുടർന്നും ഞാൻ പൊതുപ്രവർത്തനമായിട്ടില്ലെങ്കിൽ ഞാൻ പൊതുരംഗത്ത് പൊതു കാര്യങ്ങളിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. വളരെ വേദനയോടുകൂടി തന്നെയാണ് നിർത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ അന്ന് മുതൽ ഞാൻ UDFകാരനായിരുന്നു, കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പടിയിറങ്ങുന്നത് വലിയ ദുഃഖത്തോടു കൂടിയാണ്. ഇത് അല്ലെങ്കിൽ ഇതിന് കാരണക്കാരൻ ആയ മോൻസ് ജോസഫിന് സന്തോഷമുണ്ടാകട്ടെ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു ഭാഗത്ത് കരച്ചിലും വീഴ്ചയിലായിട്ട് നിൽക്കുമ്പോൾ വേറൊരു ഭാഗത്ത് സന്തോഷം അടക്കി പിടിച്ച് നിൽക്കണം മക്കളെ. അപ്പോൾ അത് UDFന്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ക്യാപ്റ്റൻസിയുടെ ആളാണ്. അങ്ങനെ ഒരാളാണ് കോട്ടയം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ രാജിവെക്കുന്നുവെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ വിഷയമുണ്ട്. UDF വലിയ വിഷയമുണ്ട്. അത് വ്യക്തമായിട്ട് ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എന്താ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന UDFനോ അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തിനോ ഉറപ്പില്ല അദ്ദേഹം UDFനൊപ്പം ഉണ്ടാകും എന്നുള്ളത്. അത് പൊതുജനങ്ങൾ വിലയിരുത്തുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ നൈസായി പൊക്കി പറഞ്ഞു മൂപ്പര് അങ്ങോട്ട് വലിക്കാണല്ലേ. ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. കേരള കോൺഗ്രസ് സ്റ്റോറി കണ്ണീരും കലാപവുമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണീരും കിനാവുമുള്ള ഈ സീനൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നേതാക്കളൊക്കെ നല്ല ഫോമിലാണ്. ഒന്ന് പുറത്തിറങ്ങിയാൽ നല്ല ഉശിരൻ പ്രസംഗങ്ങളും കേൾക്കാം. പക്ഷെ പ്രസംഗത്തിനിടയ്ക്കും പ്രചാരണത്തിനിടയ്ക്കും അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നാലോ പാവം അനിൽ ആന്റണിക്ക് കിട്ടുന്ന പണികൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സലിഞ്ഞു പോകും. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം നടക്കുകയാണ്. PJ കുര്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അദ്ദേഹം BJPയും ചതിക്കും. കാര്യം BJP അധികാരത്തിൽ വരില്ല. ഇങ്ങനൊന്നും പറയില്ലട്ടോ കുര്യട്ടാ. ഞങ്ങളുടെ ജീമാരുടെ നെഞ്ചിൽ തീ വീഴണ പോലെ ആവത്. താഴത്തും തലയിലും വെക്കാണ്ടാണ് അനിൽ ആന്റണീനെ ജീമാര് കൊണ്ടുനടക്കുന്നത്. അപ്പൊ പിന്നെ അനിൽ അവരെ ചതിക്കുന്നൊക്കെ പറയണത് ശരിയാണോ? ചതിക്കില്ല എന്ന് മാത്രല്ല, അനിൽജി ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കും. നോക്കിക്കോ, BJP അധികാരം വരത്തില്ല. അപ്പോൾ അത് കഴിയുമ്പം നമുക്ക് നമ്മളെ ചതിച്ചിട്ട് പോയ അനിൽ ആന്റണിയെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. നിങ്ങളെല്ലാം അച്ചൂപ്പന്റെ പ്രശ്നം കേൾക്കാനാ. ഓഹോ, നിങ്ങൾക്കാർക്കും അപ്പൊ ഞങ്ങളുടെ അനിൽജീനെ കണ്ണെടുത്ത കണ്ടൂടല്ലേ? വേണ്ട, കാണണ്ട. പത്തനംതിട്ടക്കാരെ ഞങ്ങളുടെ അനിൽജീനെ സ്നേഹം കൊണ്ട് പൊതിയണത് കണ്ടാൽ നിങ്ങൾക്ക് കുശുമ്പ് തോന്നും. ഹൈ, പത്തനംതിട്ടയുടെ തൂണിലും തുരുമ്പിലും ഞങ്ങളുടെ അനിൽജി ഇല്ലേ? സ്വന്തം വീട്ടിലെ കുട്ടീനെ പോലെയല്ലേ അവർക്ക് അനിൽജി? ആരാന്നറിയും, പെട്ടെന്ന് മറന്നുപോയതായിരിക്കും. അനിൽ ആന്റണി മകൻ. അനിൽ ആന്റണീനെ അറിയില്ലേ? ഇതിപ്പോ AK ആന്റണി എന്ന് പറയുമ്പോഴാണല്ലോ നാട്ടുകാർക്ക് മനസ്സിലാവണത്. പണി പാളിയാ. ഞാനിങ്ങനെ കാണാനിരിക്കുകയായിരുന്നു. AK ആന്റണി എന്നെ അറിയുന്ന എന്റെ പാർട്ടി കോൺഗ്രസ്. കുഴപ്പമില്ല. അറിയോ? പുള്ളിയെ കണ്ടിട്ടുണ്ടോ? പരിചയം ഇല്ല. അച്ഛനെ അറിയാവോ? ആന്റണിയെ പരിചയമുണ്ടോ? ആന്റണി പണ്ട് കൊണ്ടേ പരിചയമില്ല. ഞങ്ങൾ പാർട്ടിയല്ലേ കോൺഗ്രസ്. ആന്റണിയെ പോലെ ഞാനും ഉമ്മൻചാണ്ടി ഞങ്ങളെല്ലാം പണ്ട് കൊണ്ടേ കോൺഗ്രസ്. AK ആന്റണി നല്ല നേതാവ്, ഞങ്ങളെല്ലാരും കോൺഗ്രസ്സാര്. ഇത് ആരാന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാ വീണ്ടും വീണ്ടും പറയണത്? ഇത് പണിയുണ്ടോ? വേഗം സ്കൂട്ടായിക്കോ. ഇതൊക്കെ ഒരു തമാശയല്ലേ? അനിൽജിക്ക് നല്ല ക്ഷീണം പോലെ. പ്രണയക്കുരുക്കിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ, പ്രണയമെന്ന കരാളഹസ്തങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ ഗംഭീര ഐഡിയയുമായി ഇടുക്കി രൂപത മുന്നോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവരുടെ ആശയം കേട്ടാൽ നിങ്ങൾ ഞെട്ടും.
വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി വിവിധ പള്ളികളിൽ പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. അതും ആർക്ക് വേണ്ടിയാ പ്രദർശിപ്പിച്ചത്? കൗമാരക്കാർക്ക് വേണ്ടി. കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ദൂരദർശനിൽ പോലും പബ്ലിഷ് ചെയ്തെന്ന് എഴുതി കൊടുത്ത ആളല്ലേ. ഇവിടുത്തെ ഭരണപക്ഷായാലും പ്രതിപക്ഷായാലും ഒരുപോലെ എതിർക്കുന്ന സിനിമയാണ് ദി കേരള സ്റ്റോറി. അങ്ങനെ ഒരു സിനിമ പിള്ളേരെ കാണിച്ചത് എന്തിനായിരിക്കും? ലവ്ജിഹാദ് എന്ന് പറയുന്നത് ഒരു ആശയക്കുഴപ്പത്തിന് വികാരമാകുന്നത് ഇത് ഒരു വർഗീയത അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്തരം ആശയക്കുഴപ്പം. നമ്മൾ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് അങ്ങനത്തെ ഒരു വർഗീയ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. ലവ്ജിഹാദ് എന്ന് പറയുന്നത് പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല. ഓഹോ, അപ്പോ സിനിമയിലെ ഇതിവൃത്തം പോലെ അതൊക്കെ ഇവിടെ നടക്കണുണ്ടെന്നാണല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്? ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത്. നോടുക്കൻ. ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും കേരള സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോഴും ഒന്നും നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻപുട്ട് അവർക്ക് നൽകിയിട്ടില്ല. അവരോട് പറഞ്ഞിട്ടുള്ളത്, അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചതും കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യം ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ വീണു പോകരുത്, അപകടങ്ങൾ സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത ഒരു ജാഗ്രതയുടെ മുന്നറിയിപ്പിന്റെ ശബ്ദമായിട്ടാണ് ഈ ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം നടന്നത്. അങ്ങനെ പറയ് കുഞ്ഞുങ്ങളെ. പ്രണയം എന്ന് പറയുന്നത് മഹാപരാധാണ്. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള ആരെങ്കിലും പ്രണയിക്കോ? അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ അപ്പം മനസ്സിലുറപ്പിച്ചോ, ആ പോക്ക് തീവ്രവാദത്തിലേക്ക് തന്നെ. നിങ്ങളെപ്പോലുള്ള മഹാന്മാർ ഇതൊന്നും പറഞ്ഞു തരാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിന്റെ സ്ഥിതി എന്താവായിരുന്നു അല്ലേ? ഇതൊക്കെ എന്ത്? പ്രണയിക്കുന്നതിന് ഇത്ര വലിയ കുറ്റായിട്ട് കാണുന്നത് എന്തിനാണ്? പ്രണയത്തിൽ വീഴാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ പേരിൽ ദി കേരള സ്റ്റോറി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ഇതിനൊക്കെ എന്ത് റിസൾട്ട് കിട്ടുന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇത്തരം മഹാന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.